CPM-നെ എം.വി. ഗോവിന്ദൻ തുടർന്നും നയിക്കും. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം എം.വി. ഗോവിന്ദനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 89-അംഗ സംസ്ഥാന സമിതിയാണ് നിലവിൽ വന്നത്. 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. കൊല്ലത്ത് നിന്നുള്ള സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. CPM സംസ്ഥാന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദനെ തെരഞ്ഞെടുത്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനമാണ് എം.വി. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, K.K. ശൈലജ, E.P. ജയരാജൻ, T.M. തോമസ് ഐസക്, T.P. രാമകൃഷ്ണൻ, K.N. ബാലഗോപാൽ, P. രാജീവ, K.K. ജയചന്ദ്രൻ, V.N. വാസവൻ, സജി ചെറിയാൻ, M. സ്വരാജ, മുഹമ്മദ് റിയാസ്, P.K. ബിജു, പുത്രത്ത് ദിനേശൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. 89-അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ 17 പേർ പുതുമുഖങ്ങളാണ്. കണ്ണൂരിൽ നിന്ന് DYFI സംസ്ഥാന സെക്രട്ടറി V.K. സനോജ്, M. പ്രകാശൻ എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടി. ആലപ്പുഴയിൽ നിന്ന് K. പ്രസാദ് സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ചു. ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ് MP, M. രാജഗോപാൽ, K. റഫീഖ, M. മഹബൂബ്, V.P. അനിൽ, K.V. അബ്ദുൽ ഖാദർ, M. പ്രകാശൻ മാസ്റ്റർ, V.K. സനോജ്, V. വസീഫ്, K. ശാന്തകുമാരി, R. ബിന്ദു, M. അനിൽകുമാർ, K. പ്രസാദ്, P.R. രഘുനാഥ്, S. ജയമോഹൻ, D.K. മുരളി എന്നിവരാണ് 89-അംഗ സംസ്ഥാന കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. P.K. ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, A.K. ബാലൻ എന്നിവർ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. സൂസൻ കോടി, P. ഗഗാരൻ എന്നിവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്താക്കി. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് നടപടി. കരുനാഗപ്പള്ളിയിലുണ്ടായ രൂക്ഷമായ സംഘടനാ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.